ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ട് ഫൈൻഡിങ്സ് ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് അൺബോക്സ് ചെയ്യുന്നത്. കൂടെ അതിൻ്റെ പ്രൈസും ഡയറക്റ്റ് ലിങ്കും എല്ലാം തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോണത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് എന്താ പറയുക, ഈ മുട്ടൻ്റെ ഷേപ്പിലുള്ള രണ്ട് സോൾട്ട് ആൻഡ് പെപ്പർ ഡിസ്പെൻസറാണ് കേട്ടോ. ഇത് ഞാൻ കുറേ മുന്നേ കാർട്ടിലിട്ട് വെച്ചതേനു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാനിത് ആയതിനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. ഇത് കാരണം അത്ര വലിയൊരു നമുക്ക് എപ്പോഴും ഡെയിലി യൂസ് ആയിട്ടുള്ളൊരു സംഭവമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതിന് 382 രൂപക്കാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇതിനെക്കാട്ടും കുറഞ്ഞ റേറ്റിൽ എനിക്ക് മീഷോയിൽ ഞാനിത് കണ്ടിരുന്നു. പക്ഷേ 2-3 പ്രാവശ്യം ഞാനതിൽ ഓർഡർ ചെയ്തിട്ടും അവരെന്നെ ഓർഡർ ക്യാൻസലാക്കി റിട്ടേൺ ചെയ്തു, ക്യാഷ് റിട്ടേൺ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഈ റേറ്റിന് തന്നെയാണ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതന്നെ രണ്ടും വൈറ്റ് വരുന്ന ടൈപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നിൽ സോൾട്ടും ഒന്നിൽ പെപ്പറും അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അറിയാനും വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് കളറിലാവുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. നല്ല ശരിക്കും ഒറിജിനൽ ലെഗ് പോലെ തന്നെ. പിന്നെ അതിനൊരു ട്രെയും കൂടിയും വരുന്നുണ്ട് കേട്ടോ. ഒക്കെ സെറാമിക്കിലാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഇതിന് ഡാമേജ് ഒന്നും വന്നിട്ടില്ലേനു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഇതിൽക്ക് സോൾട്ടും പെപ്പറൊക്കെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഈസിയാണ് യൂസ് ചെയ്യാനൊക്കെ, കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ വേണ്ടവർ ഷോപ്പ് ചെയ്യുക. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത പ്രോഡക്റ്റ് കാണാം. അടുത്തതായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ. ഇംപെക്സ് ആണ് കേട്ടോ ഇതിൻ്റെ ബ്രാൻഡ്. ഇംപെക്സ് ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് അല്ലേ. ക്വാളിറ്റിയും അത്ര വലിയ മോശമൊന്നുമില്ല. പിന്നെ ഇത് 1 ഇയർ വാറൻറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വാറൻറ്റി കാർഡും എല്ലാം ഈ ഒരു പാക്കിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ അപ്പച്ചട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടോ ഹാൻഡിൽ കുറച്ച് വിട്ടിട്ടാണുള്ളത്. ഈ പാനിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് അങ്ങനെ ആകുമ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ നമ്മളെ കൈ ചൂടാവില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതും ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ തന്നെയാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ അടുപ്പിച്ചാണുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ചുട്ട് കുറച്ച് പകുതിക്ക് എത്തുമ്പോഴത്തേനും നല്ലോണം ചൂടായി തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ബാക്കി ഉണ്ടാക്കൽ. ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരില്ല എന്നുള്ളത് വിചാരിച്ചിട്ട് കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് നോക്കി വാങ്ങിയതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ലിഡും കൂടിയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു അപ്പച്ചട്ടി ഒരു പാകമുള്ള സൈസിലാണ്. പലതിനും ഈ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ പല വ്യത്യാസങ്ങളുണ്ട്. ചിലതൊന്നും കുഴി കുറച്ച് കൂടിയ ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പം കട്ടിയായി പോകും. അപ്പോൾ ഇതിന് 381 രൂപയാണ് റേറ്റ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫൈൻഡിങ്ങാണ് കാണിക്കാൻ പോണത്. ഇത് എല്ലാ കിച്ചണിലും മസ്റ്റായിട്ടും വേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കത്തിയാണ്. നോർമലി കത്തി ഞാൻ ഓൺലൈനിൽ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കത്തി എന്തായാലും നമുക്ക് വേണ്ടിയതാണ്. അത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വേണേനും. അപ്പോൾ അത് നോക്കിയെടുക്കാമെന്നിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് നല്ല റിവ്യൂ കണ്ട് അങ്ങനെയാണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്ത് നോക്കിയത്. സാധനം കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ എന്താ പറയുക, ഇതിൽ 3 ടൈപ്പ് കത്തിയാണ് വരുന്നത്. ഇങ്ങനെ കുറച്ച് വലിയൊരു ടൈപ്പ് നമുക്ക് വെജിറ്റബിൾസൊക്കെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കത്തി വെയ്റ്റ്ലെസ് ആണ്. എന്താ പറയുക, ഒരുപാട് വെയിറ്റ് ഉള്ളതായാലും കത്തി ബുദ്ധിമുട്ടാണ്, തീരെ വെയ്റ്റ്ലെസ് ആയാലും ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷേ ഇതൊരു പാകത്ത് എനിക്ക് കറക്റ്റായിട്ട് തോന്നി. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ളൊരു കത്തിയുണ്ട്. നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന കത്തികളാണ് കേട്ടോ 3ഉം. എല്ലാം നമുക്ക് എപ്പോഴും കിച്ചണിൽ ആവശ്യമുള്ള ടൈപ്പ് തന്നെയാണ്. നല്ലൊരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. ഇതിനാണെങ്കിൽ ഒരു കവറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 223 രൂപക്കാണ്. ഇത് 3 ഞാൻ ഈ ഒരു സെറ്റായിട്ട് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ തന്നെ ഇങ്ങനെ പല കളറിലും പ്രിൻ്റൊക്കെ വരുന്ന ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് വാങ്ങാതിരുന്നതായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ആ ഒരു റിവ്യൂ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു റിവ്യൂ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ വാങ്ങി നോക്കുമ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത് 196 രൂപക്ക് ഈ സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അത്യാവശ്യം വലിയൊരു പാക്കേജിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇത്. ഗ്ലാസിൻ്റെ ബോട്ടിലുകളാണ്, കണ്ടെയ്നേഴ്സ്. നമുക്ക് കടുക്, ഉലുവ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ചെറിയ ടൈപ്പാണ് കേട്ടോ. ചെറിയ ടൈപ്പ് ബോട്ടിലാണ്. ഞാൻ 2-3 പ്രാവശ്യം വരുത്തിയിട്ട് പിന്നെ എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ സാറ്റിസ്ഫൈ ആയത് ഈ ഒരു പാക്കിലാണ്. 2-3 പ്രാവശ്യം ഞാൻ വരുത്തിയിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോന്നും ഒക്കെ. അതൊക്കെ വേറെ സൈസ് ആയിരുന്നു കേട്ടോ. ഇത് 300 ml ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത്. ഞാൻ ആദ്യം കടുക് ഉലുവ വെക്കുമ്പോൾ ചെറിയ ബോട്ടിൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് 100 ml ഒക്കെ ഓർഡർ ചെയ്ത് നോക്കി. പക്ഷേ 100ൻ്റെ ഒക്കെ തീരെ ചെറുതാണ്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ചെയ്തതായിരുന്നു. 200ൻ്റെത് ഓർഡർ ചെയ്തു, അതും
തീരെ ചെറുത്. പിന്നെയാണ് ഈ 300-ൻ്റെത് ഞാനൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയത്. സംഭവം കറക്റ്റാണ് കേട്ടോ സൈസൊക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെ ലിഡ് കണ്ടോ, ഇതിൻ്റെ ലിഡിൽ ഇങ്ങനെ ഗ്ലാസ് ടൈപ്പ് വരണതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡ്രോറിലൊക്കെ നമ്മളിപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോട്ടിൽ നമ്മൾ എടുത്ത് നോക്കാതെ തന്നെ നമുക്ക് മേലെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇട്ട് വെച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ബോട്ടിലുകൾ വാങ്ങിയപ്പോൾ എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി വരാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പല സൈസിലുള്ള ബോട്ടിലുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ ടൈപ്പാണ് കേട്ടോ ഇത്. 300 ml 12 പീസാണ് കേട്ടോ ഇതൊരു ബോക്സിൽ വരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ഇത് ഞാൻ 600 സംതിങ്ങിനാണ് ഇത് വാങ്ങിയത്. റേറ്റ് ഞാൻ കറക്റ്റ് ഓർക്കണില്ല, പക്ഷേ ഇപ്പോൾ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. 900 ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ്. പക്ഷെ എന്നാലും കൂടുതലല്ല, കാരണം ഷോപ്പിൽ നമ്മൾ 300 ml ഇതിൻ്റെ ഓരോ പീസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിങ്ങനെ സെറ്റാക്കിയിട്ട് വാങ്ങുമ്പോൾ എത്ര റേറ്റ് വരും എന്നുള്ള കാര്യം. അപ്പോൾ ഏതായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വേണ്ടവർ പോയിട്ട് വാങ്ങിക്കോളിട്ടാ. അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോണത് ഒരു മസ്റ്റ് ഹാവ് ഐറ്റം തന്നെയാണ്. അത് പ്രഷർ കുക്കറാണ് കേട്ടോ. ഇതും PG&E ബ്രാൻഡിൽ വന്നിട്ടുള്ള പ്രഷർ കുക്കറാണ്. ഇതൊരു കോംബോ പാക്കാണ്. അതായത് 2 കുക്കർ, 5 ലിറ്ററിൻ്റെ ഒരു കുക്കറും 3 ലിറ്ററിൻ്റെ ഒരു കുക്കറുമാണ്. അപ്പോൾ ഇത് നോർമലി നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പുള്ള ഒരു കുക്കറല്ല കേട്ടോ. ഇതിന് ഷേപ്പിലും ഒക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ കണ്ടിട്ടും പിന്നെ എൻ്റെ താത്ത അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളൊരു റിവ്യൂൻ്റെയും കൂടിയും ബേസിലാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, നല്ലൊരു വൈഡായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന ഭാഗം നല്ല വൈഡായിട്ടാണുള്ളത്. പിന്നെ ഇത് ഇൻഡക്ഷൻ ബേസാണ്, നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലും ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇത് ഹാർഡ് ആനോഡൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടി പിടിക്കുക, സ്ക്രാച്ചസ് വരിക, ഇങ്ങനത്തെയുള്ള കംപ്ലയിൻറ്റുകളൊന്നും വരില്ല. പിന്നെ ഇതിൽ സെറാമിക് നോൺ സ്റ്റിക്ക് കവേർഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് 3 ലിഡും വരുന്നുണ്ട്, 3 ടൈപ്പ് മൂടികൾ വരുന്നുണ്ട്. അപ്പോൾ അതായത് ഇത് ഫസ്റ്റത്തത്, അതായത് നമുക്ക് പ്രഷർ കുക്കറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, എപ്പോഴും കണ്ടു മടുത്ത മോഡലിൽ നിന്നൊരു വ്യത്യാസമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സംഭവമാണ്. നമുക്ക് ഏതെങ്കിലും കുക്കർ വേണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ട് അതങ്ങോട്ട് ഫിറ്റായിട്ട് നിന്നോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ വെയിറ്റിംഗ് വാൽവും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കുക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ട ഇങ്ങനെ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറായിട്ട് ഉപയോഗിക്കാം. പിന്നെ കണ്ടതിന് ചെറിയ 2 ഹാൻഡിലാണ് വരുന്നത്. നോർമലി ഇതിൻ്റെ ആ ഒരു സൈസും ആ ഒരു ഷേപ്പും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതിന് വേറെയും ഞാൻ പറഞ്ഞില്ല 2 ലിഡും കൂടിയും വേറെയും വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് സെർവിങ് ലിഡാണ്. നമുക്കിതൊരു സെർവിങ് ബൗളായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആ ഒരു പ്രഷർ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിഡ് മാറ്റിയിട്ട് ഈ ലിഡ് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നേരിട്ട് ടേബിളിലൊക്കെ സെർവ് ചെയ്യാനെടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്കിതൊരു പാത്രമായിട്ട് ഇങ്ങനെയും നമുക്ക് കുക്ക് ചെയ്യാനെടുക്കാം കേട്ടോ. പ്രഷർ കുക്കറിൻ്റെ യൂസ് അല്ലാതെ നോർമൽ കുക്കിങ്ങിനും ഇതെടുക്കാൻ പറ്റും, നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ. പിന്നെ അടുത്തൊരു ലിഡ് വരുന്നത് സ്ട്രെയിനർ ലിഡാണ്. അതായത് നമുക്കിപ്പോൾ ഇതിൽ ചോറ് വെക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിഡ് മാറ്റിയിട്ട് പിന്നെ ഇത് വെച്ച് കൊടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യാൻ, ചോറ് ഊറ്റാനൊക്കെ നേരിട്ട് ഇതിങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. സംഭവം സിമ്പിളാണ്. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങും, പിന്നെ എന്താ പറയുക പഴം പുഴുങ്ങും, പല കാര്യങ്ങളും ചെയ്യും നമ്മളിതിൽ കുക്കറിൽ അല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെള്ളം മാറ്റി കളയാൻ ഈ ഒരു ലിഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലിറ്ററിൻ്റെയും 3 ലിറ്ററിൻ്റെയും 2 കുക്കറുകളാണ് വരുന്നത്. അപ്പോൾ 2 കുക്കറുകൾ വരിക എന്ന് പറയുമ്പോൾ മൂടി 2നും സെയിം ആണ് കേട്ടോ വരുന്നത്. അതായത് ഈ ഒരു ബോക്സിൽ ഇങ്ങനെ 2 കുക്കറും പിന്നെ 3 ലിഡുകളാണ് വരിക. 2നും നമുക്കിത് ഒരേ ലിഡുകൾ തന്നെ 2നും ഉപയോഗിക്കാൻ പറ്റും. പ്രഷർ കുക്ക് ചെയ്യണമെങ്കിൽ ആ ലിഡ് തന്നെ നമുക്ക് എടുത്ത് വെച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ സ്ട്രെയിനർ ലിഡ് ഇതിന് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക സെർവിങ് ലിഡും എല്ലാം നമുക്ക് ഇതിമ്മലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ വായുവട്ടം വരുന്നത് 2നും സെയിം തന്നെയാണ് കേട്ടോ. 2 കുക്കറിൻ്റെയും സെയിം തന്നെയാണ്. കപ്പാസിറ്റിക്ക് മാത്രമാണ് വ്യത്യാസം വരിക. ഒന്ന് 5 ലിറ്ററാണ്, ഒന്ന് 3 ലിറ്ററാണ്. നമുക്കിത് 5 ലിറ്ററിൻ്റെ മാത്രമായിട്ടും അവൈലബിൾ ആണ്, ഇങ്ങനെ 2 കൂടിയും കോംബോ ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് വാങ്ങിയത് ഇത് 2ഉം കൂടിയും 2499 രൂപക്കാണ്. റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 2500 രൂപ. ഈ ഒരു പ്രൈസിന് വളരെ വേർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെയിൻ പ്രൂഫാണ്, സ്ക്രാച്ച് പ്രൂഫാണ്, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതിന് വരുന്നില്ല. പിന്നെ മാത്രമല്ല നമുക്ക് 2-3 ടൈപ്പിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഏതായാലും ഒരു 5 ലിറ്ററിൻ്റെയും 3 ലിറ്ററിൻ്റെയും കുക്കർ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ. നമുക്കിനി അടുത്ത പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. വീണ്ടും ഒരു PG&E നോൺ സ്റ്റിക്ക് സെറ്റാണ് ഇത്. ഡെയിലി യൂസിനുള്ള ഒരു സെറ്റാണ് കേട്ടോ.
ഒരുപാട് വലിയ വലിയ ടൈപ്പ് ഐറ്റംസ് ഒന്നും വരുന്നില്ല. മൊത്തത്തിൽ 7 പീസ് വരുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഇതിലുള്ളത് ഒരു ഫ്രൈ പാൻ ഉണ്ട്, ഒരു നോർമൽ യൂസിന് പറ്റുന്ന ഒരു ഫ്രൈ പാൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു കടായി വരുന്നുണ്ട്. അറിയാലോ, നമുക്ക് നോർമലായിട്ട് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു കടായിയാണ് കേട്ടോ. ആ ഒരു സൈസിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ലിഡാണ്, പിന്നെ വേറൊന്ന് സ്റ്റീലിൻ്റെ ഒരു ലിഡ് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ചപ്പാത്തി ദോശ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തവയാണ്. അതും ഒരു നോർമൽ സൈസിലുള്ള തവയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു ദഡ്ക വരുന്നുണ്ട്. നമുക്ക് കടുകും കറിവേപ്പിൻ്റെ ഇല പിന്നെ അങ്ങനത്തെ സംഭവങ്ങൾക്ക് താളിപ്പൊക്കെ ഉള്ളിയൊക്കെ താളിക്കൂലേ, അതിനൊക്കെ പറ്റുന്നൊരു ദഡ്ക പാൻ. അപ്പോൾ ഇതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാന് നോർമലി ഇങ്ങനത്തെ പാനുകൾ സ്റ്റൗ വെക്കുമ്പോൾ മറിഞ്ഞു വീഴും അല്ലേ. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ ഈ ഒരു പാക്കേജിൽ വരുന്നത് ഒരു സോസ് പാനാണ്. ഇത് സംഭവം തീരെ ചെറിയൊരു സോസ് പാനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പിക്ചർ കണ്ടപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സോസ് പാന് നമുക്ക് ഒരു 2 ഗ്ലാസ് ചായയൊക്കെ തിളപ്പിക്കാൻ പറ്റും. പിന്നെ എനിക്കിതൊരു ഡീപ്പ് ഫ്രയർ ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും പീസുകളാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു ഇങ്ങനെ ഒരു കയ്യിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. 1299 രൂപക്കാണ് കേട്ടോ ഈ ഒരു സെറ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇതും അത്യാവശ്യം വലിയൊരു പാക്കാണ്. ഒരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ സെറ്റാണ്. ഇത് ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സംഭവം കൊള്ളും ചെയ്യും. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് 800 ml ആണ് കേട്ടോ. ഇതേ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്ക്വയർ ടൈപ്പിൽ വരുന്ന 1100 ml 12 പീസ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിൽ 800 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത് 6 എണ്ണമുള്ള സെറ്റാണ് കേട്ടോ. ഞാൻ 6 എണ്ണമുള്ള 2 സെറ്റാണ് ഒരുമിച്ച് വാങ്ങിയത്. രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിയപ്പോൾ അത് 12 പീസ് ഒരുമിച്ച് വലിയൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെയാണ് ഒരു ഡെലിവറി ചെയ്തത്. സംഭവം നല്ല അടിപൊളിയാണ്. എയർ ടൈറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടെയ്നറാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പാൻട്രിയിലൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്ന് എന്നുള്ള രീതിയിൽ കുറഞ്ഞ സ്ഥലമൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ മേലെ ഒന്ന് അങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് വെക്കാനും പറ്റും കേട്ടോ. അങ്ങനെ വെച്ചാലും മറിഞ്ഞു വീഴൊന്നുമില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ ലിഡോല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ട, നമുക്ക് അതിൻ്റെ മേലെ നമുക്ക് ഒന്ന് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ ലിഡോല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ വാങ്ങിയപ്പോൾ ഇത് 190 രൂപക്ക് 6 എണ്ണം എന്നുള്ള ഒരു ബോക്സ് അങ്ങനെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ റേറ്റ് കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. 219 6 എണ്ണത്തിന് കാണിക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വേണ്ടവർ പർച്ചേസ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഇതാ ലാസ്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഈ വീഡിയോയിലുള്ള, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. അപ്പോൾ ഇത് എന്താ പറയുക, ഞാൻ ഒരുപാട് ഇങ്ങനെ നോക്കി നടന്നൊരു സംഭവമാണ്. ഫ്രിഡ്ജ് ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം 3 കിലോ കണ്ടെയ്ൻ ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടെയ്നർ സെറ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ 1600 ml അതായത് 1.5 കിലോ വരെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ബോക്സ് 6 എണ്ണം ഫ്രിഡ്ജ് കണ്ടെയ്നറിനെ വാങ്ങിച്ചത് മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ, ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചത്. ഇത് 3 കിലോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്ക് തക്കാളി അങ്ങനെ കുറച്ച് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ കുറച്ച് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇതാണെങ്കിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന, അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണല്ലോ, അത്യാവശ്യം ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ്. ഇത് 4 എണ്ണം 4 പീസാണ് കേട്ടോ ഒരു ബോക്സിൽ വരുന്നത്. ഇതിനാണെന്നുണ്ടെങ്കിൽ 449 രൂപയാണ് ഇത് 4 എണ്ണത്തിനും കൂടി വന്നിട്ടുള്ളത്. ഇതൊരു ഹാൻഡ് ലോഡ് കൂടിയിട്ട് വരുന്ന ഓർഗനൈസറാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് പാൻട്രിയിൽ ഓർഗനൈസ് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് ഫുഡ് ഇതിലിട്ട് വെക്കണ്ട. ഇത് നമുക്കൊരു ഓർഗനൈസറായിട്ട്, കണ്ടെയ്നറായിട്ടല്ല, ഒരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കബോർഡിൽ വേണമെങ്കിൽ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ക്ലോത്തൊക്കെ അറേഞ്ച് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം നല്ല സൈസിലുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമുക്ക് അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റും. ഒരു മൾട്ടി പർപ്പസ് ആണ്. എന്തുകൊണ്ടും 449 രൂപയ്ക്ക് ഇത് ഭയങ്കര വർത്തായിട്ടുള്ളൊരു പർച്ചേസ് തന്നെയായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഷോപ്പുകളിലും, ഞാൻ ഹോം സെൻറ്ററിലും അങ്ങനെ പല ഷോപ്പുകളിലും ഞാൻ സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു 449 രൂപയ്ക്ക് നല്ല വർത്തായിട്ട് തന്നെ തോന്നി. അങ്ങനെ കണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നോരോന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ കാർട്ടിലിട്ട് വെക്കും. എന്നിട്ട് പിന്നെ റേറ്റ് നോക്കിയിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങൽ. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ്. ഇനിയിപ്പോൾ ഇതൊക്കെ തിരിച്ച് പാക്ക് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തന്നെ ഉപയോഗിക്കണില്ലല്ലോ. ഇൻഷാ അല്ലാ നമുക്കിപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ നമുക്കിത് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്ന് എടുത്ത് അതേപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കണം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ ഡിലേ വരുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ കഴിഞ്ഞ നമ്മളിപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിട്ട് വീഡിയോ അല്ല, അതിൻ്റെ മുന്നേ നമ്മളാ മീഷോ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഡയറക്റ്റ് ലിങ്കുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല റെസ്പോൺസ് വന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കുറേ ആൾക്കാർ ആ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്.
വാങ്ങിയിട്ടുണ്ട്. എനിക്കറിയാൻ പറ്റുമല്ലോ ഒരു പർച്ചേസ് ചെയ്താലൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ സെർച്ച് ചെയ്തിട്ട് 1-2 ആൾക്കാരിനോട് ഡയറക്റ്റായിട്ടും കമൻറ്റായിട്ടൊക്കെ പറഞ്ഞു ചില സാധനങ്ങൾക്കൊക്കെ നല്ല പ്രൈസിൽ നല്ല റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഞാൻ വാങ്ങിയപ്പോഴുള്ള പ്രൈസിനെക്കാട്ടും കുറേ കൂടിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ നോക്കിയിട്ട് വ്യത്യാസം വന്നിട്ടുള്ള പ്രൈസൊക്കെ ഞാനിപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ വാങ്ങുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, പലപ്പോഴും പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അത്യാവശ്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കാർട്ടിലിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഷോപ്പിലോ ഒക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങിയാൽ മതിയല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ഓഫർ സെയിലുകൾ വരുന്നുണ്ട്. മന്ത് എൻഡിൽ വരുന്നുണ്ട്, മന്ത് ഫസ്റ്റിൽ വരുന്നുണ്ട്, സൺഡേസിൽ, ഇങ്ങനെ പല ഡേയ്സിലും ഓഫറുകളും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. റേറ്റിൽ നല്ല വ്യത്യാസം വരും. ആ സമയത്ത് വാങ്ങിയാലും മതിയല്ലോ. ഞാൻ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള എല്ലാ സൈറ്റിലും വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഒരുമിച്ച് കിട്ടാനുള്ള ഒരു മാർഗ്ഗം കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൽ യൂട്യൂബ് എടുക്കുക. എന്നിട്ട് യൂട്യൂബിൽ നമ്മളെ ചാനൽ സെർച്ച് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സ്ലൈസ് ഓഫ് ലൈഫ് ബൈ ഷാഹിന സാഹിർ. ഫുള്ളൊന്നും അടിക്കണ്ട, കുറച്ച് അടിക്കുമ്പോൾ തന്നെ വന്നോളൂ കേട്ടോ. എന്നിട്ട് നമ്മളെ ചാനൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതാ അതിനുശേഷം നമ്മളെ ചാനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ആ ചാനലിൽ തന്നെ നമ്മളവിടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ താഴെയായിട്ട് കണ്ട എബൌട്ട് മീ ആൻഡ് മൈ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക്സ് കാണാൻ പറ്റും. എൻ്റെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിന്നെ ഒരു ലിങ്ക് ട്രീ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ട്രീയിൽ ക്ലിക്ക് ചെയ്താൽ ക്രോമിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സഫാരിയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിലത് ഓപ്പൺ ആയി വരും. അതായത് നമ്മളെ ഷോപ്പ് ഓപ്പൺ ആവും. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിലോ, മെയിനായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ, മീഷോയിൽ, പിന്നെ ആമസോണിൽ അങ്ങനെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ പിക്ചർ കാണാം. ആ പിക്ചറിൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് കാണാം. പിന്നെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ വേണ്ടി അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അതിലേക്ക് ആ ഒരു സൈറ്റിലേക്ക് ഓപ്പൺ ആയിട്ട് പോവും. നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വേറെയുണ്ട് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. വീഡിയോ ലെങ്ത്ത് കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും ഒക്കെ ഇനി വേറെ ഓരോരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാം. അപ്പം എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കട്ടെ. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് എനിക്കറിയാം, കാരണം ഒരുപാട് റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇമോജി ആയിട്ടെങ്കിലും നിങ്ങളൊരു കമൻറ്റ് തരാം കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കമൻസൊക്കെ കാണുമ്പോൾ. റിപ്ലൈസൊക്കെ കൊടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ തന്നെ കുറേ ആൾക്കാർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പർ നമ്മളങ്ങനെ കൊടുക്കലില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യലുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇൻസ്റ്റാഗ്രാം ത്രൂ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.